UDF രാപ്പകൽ സമരം ഏഴിലൂർ. നമസ്കാരം, നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ വാർത്തകൾ. UDF സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി UDF കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏഴിലൂരിൽ രാപ്പകൽ സമരത്തിന് തുടക്കമായി. ഉദ്ഘാടനം PM അംബാസ് മാസ്റ്റർ, മുഖ്യപ്രഭാഷണം ഇന്ദു സുധാകരൻ, കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കുമാരമംഗലം മണ്ഡലം കമ്മിറ്റി മുഖ്യധാര പ്രവർത്തകരെല്ലാം തന്നെ പങ്കെടുത്തു. അതിന് ലക്ഷങ്ങൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് വന്നത് എക്സാലോജിക്കുന്ന കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ ആ കമ്പനി 2 വർഷക്കാലം കൊണ്ട് 2,30,00,000 രൂപ 2,70,00,000 രൂപ ആ കമ്പനി വീണ വിജയൻ മാത്രം കൈപ്പറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ്ട് 168 കോടി രൂപ രാഷ്ട്രീയ നേതൃത്വം കൈപ്പറ്റിയിട്ടുണ്ട്. അവരുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ രാപ്പകൽ സമരം ഇന്ന് ആരംഭിച്ചപ്പോൾ, ഇന്ന് ചെയ്യുമെന്ന് നേരത്തെ തീരുമാനിച്ചപ്പോൾ ഇന്നത്തെ പത്രത്തിലെ മുഴുവൻ വാർത്തകളും ഈ സംഭവമാണ്. ഹെഡ്ലൈൻ വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സേവനവും ചെയ്യാതെ കമ്പനിയിൽ നിന്ന് പൈസ ഇവർ കമ്പനിക്കാർ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനധികൃതമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പിണറായി വിജയനെ ഉപയോഗപ്പെടുത്തി മകൾ പൈസ സമ്പാദിച്ചു എന്നാണ്. അതിനാൽ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് നമുക്കറിയാം. 95-ന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാജീവ് ഗാന്ധിയാണ് ഈ ബില്ലുണ്ടാക്കുന്നത്. അന്ന് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ ഈ ബില്ല് ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് രാഷ്ട്രപിതാവിന്റെ സ്വപ്നമായിരുന്നു, മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞു. 95-ൽ ആ നഗരപാലിക ബില്ലിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് CPM പാർട്ടി ജനകീയാസൂത്രണം എന്ന പേരിൽ ഒരു പേരൊക്കെ ഇട്ട് തട്ടിക്കൂട്ടിയിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത്, UDFുകാർ പറയുന്നത് ഇത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ്, നെഹ്റു കണ്ട സ്വപ്നമാണ്, ഇന്ദിര കണ്ട സ്വപ്നമാണെന്ന സ്വപ്നമൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന്. സ്വപ്നം മാത്രമല്ല, അദ്ദേഹം ഗ്രാമങ്ങളിലൂടെ കൂടി നടന്നുകൊണ്ട് പറഞ്ഞു നടന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ മനസ്സിലാവും. മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്ത്, ലോകത്ത് ആദ്യമായി ജനാധിപത്യ സംവിധാനമുണ്ടായത് പുരാതന ഏതൻസിലാണ്. ഏതൻസിലും ഗ്രീസിലും ഒക്കെയാണ് ജനാധിപത്യ സംവിധാനം ഉണ്ടായത്. ജനസംഖ്യ വളരെ കുറവാണ് ലോകത്ത്. ആ ഏതൻസിൽ വളരെ കുറവാണ്, ഗ്രീസിൽ വളരെ കുറവാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഇതുപോലെ സഭ വിളിച്ചുകൂട്ടി. ഒരു രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് 1,000-2,000 ആളുകളേ ഉള്ളൂ. ആ ആളുകളെ വിളിച്ചുകൂട്ടി ഇരുത്തിയിട്ട് നാട്ടിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് തീരുമാനിച്ചിട്ടാണ് ഈ പറഞ്ഞ ജനകീയ സഭ എന്ന നിലയിൽ ഗ്രാമസ്വരാജുകൾ ഉണ്ടായത്. അതേ പാറ്റേണിൽ ഗ്രാമസ്വരാജ് ഉണ്ടാക്കണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ശക്തമായ സുതാര്യത ഉണ്ടാക്കി. നമുക്കറിയാം, അന്നുള്ള KV സിദ്ധാർത്ഥനൊക്കെ അറിയാം. അന്ന് വരെയുള്ള പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ പേര് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി അല്ല. എക്സിക്യൂഷൻ പവർ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. അത് എക്സിക്യൂട്ടീവ് എന്നത് അവരുടെ ഇഷ്ടാനുസരിച്ച് മാത്രമല്ല, സ്വാഭാവിക. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് ഏഴിലൂരിൽ നിന്നും KK വിജയൻ.